IPL-ലെ ക്ലാസിക് പോരാട്ടങ്ങൾ അരങ്ങേറുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ കണ്ടത് സഞ്ജു സാംസൺ എന്ന ബാറ്ററുടെ മറ്റൊരു വിശ്വരൂപമായിരുന്നു. കേവലം ഒരു ഓപ്പണർ എന്നതിലുപരി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യഥാർത്ഥ നായകൻ താനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വത്തോടെയായിരുന്നു സഞ്ജു ബാറ്റ് വീശിയത്. ക്യാപ്റ്റൻ കൂൾ MS ധോണിയുടെ അഭാവത്തിൽ ടീമിനെ ആര് കരകയറ്റുമെന്ന ആരാധകരുടെ ആശങ്കയ്ക്കുള്ള മറുപടിയായിരുന്നു സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ്. സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ഇതിഹാസ നായകൻ MS ധോണിക്ക് പരിക്കേറ്റത് ചെന്നൈയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. സീസണിൽ ഇതുവരെ കളത്തിന് പുറത്തായിരിക്കുന്ന ധോണിയുടെ അഭാവം ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് സഞ്ജു സാംസൺ ടീമിന്റെ രക്ഷകനായി അവതരിക്കുന്നത്. ടീമിന്റെ ഔദ്യോഗിക ക്യാപ്റ്റൻ അല്ലെങ്കിലും ബാറ്റിംഗിലും ഫീൽഡിലും ഒരു നായകന്റെ പക്വത സഞ്ജു പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദ് ആണ് ചെന്നൈയുടെ ഔദ്യോഗിക നായകൻ. എന്നാൽ നായക പദവി ലഭിച്ചതിന് ശേഷം ഋതുരാജിന്റെ ബാറ്റിംഗ് ഫോം താഴോട്ടു പോകുന്നത് ടീമിന് തലവേദനയാകുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 104 റൺസ് മാത്രമാണ് ഋതുരാജിന്റെ സമ്പാദ്യം. 119 എന്ന കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റും ഋതുരാജിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. മുൻപ് സ്വതന്ത്രമായി ബാറ്റ് ചെയ്തിരുന്ന താരം ഇപ്പോൾ ക്യാപ്റ്റൻസിയുടെ ഭാരത്താൽ പതറുന്നതായാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നായകൻ തന്നെ പതറുന്ന ഘട്ടത്തിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമെന്ന അവസ്ഥയിലാണ് വാങ്കഡെയിൽ സഞ്ജു രക്ഷകനായത്. വെറുതെ പന്തുകൾ അടിച്ചു പറത്തുന്ന സ്ലാം ബാം രീതിക്ക് പകരം സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാനാണ് താൻ ശ്രമിച്ചതെന്ന് സഞ്ജു മത്സരശേഷം വ്യക്തമാക്കി.